എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മെഡിക്കൽ കോഡിങ് CPC എക്സാം പാസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കൽ കോഡിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് തൃശ്ശൂരുള്ള ഇൻഡസിലായിരുന്നു. എൻ്റെ രണ്ടാമത്തെ മെഡിക്കൽ കോഡിങ് കോഴ്സാണ് ഇൻഡസിൽ സത്യം പറഞ്ഞാൽ. ഇതിന് മുന്നേ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓൺലൈനേക്കാൾ ഉപരി അവിടെ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3.5 മാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കോഴ്സ് കഴിയാനായിട്ട്. പക്ഷെ നമുക്കത് റെക്കോർഡഡ് ആയോണ്ട് അത്ര തന്നെ നമുക്കത് എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ക്ലാസ് കോഡുകൾ എടുക്കാനും ഒന്നും തന്നെ അറിയുണ്ടായിരുന്നില്ല. നമുക്ക് ജസ്റ്റ് നമ്മള് ഗൈഡ് ലൈൻസ് എന്തൊക്കെയോ നമ്മള് പഠിച്ചു പോകുന്നു, റെക്കോർഡ് വീഡിയോ കണ്ടിട്ട് നമ്മള് നോട്ട് എഴുതി പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് ലൈവായിട്ട് കോഡ് എടുക്കാനോ ഒന്നും തന്നെ നമുക്ക് അറിയുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് പോലും നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്ര തന്നെ നമുക്ക് കോഡ് എടുക്കാനൊന്നും അറിയുണ്ടായിരുന്നില്ല. പിന്നീട് അന്വേഷിച്ചിട്ടാണ് ഞാൻ തൃശ്ശൂര് ഇൻഡസ്ട്രിയിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത് അത് ശരിയാവാത്തോണ്ടാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഭയങ്കര നമ്മളെ സപ്പോർട്ടീവ് ആയിരുന്നു ട്ടോ അപ്പളും. അവര് നമുക്കങ്ങനെ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ഫസ്റ്റ് ICDയുടെ ക്ലാസ് ആയിരുന്നു. ഞാന് ഏഹ് ബയോളജി ഫീൽഡൊക്കെ തന്നെ ആയതുകൊണ്ട് കുറെ അനാട്ടമി ടേമും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ICD, CPT, എപ്പിക്സ് ഒക്കെ ക്ലാസ് മതീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ICDയുടെ ക്ലാസ് ആയിരുന്നു ഞങ്ങക്ക്. ശ്രുതി മിസ് ആയിരുന്നു. ഫസ്റ്റ് ആള് ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അടിപൊളി ക്ലാസ് ആയിരുന്നു ആളുടെ. നമുക്ക് അത്രയും മനസ്സിലാക്കി ഓരോ ടോപ്പിക് ആണെങ്കിലും ഒക്കെ നമ്മള് പുതിയൊരു ഏഹ് ടോപ്പിക്കിലോട്ട് വരല്ലേ. നമുക്ക് ഇത് ഇങ്ങനത്തെയൊന്നും നമുക്ക് അറിയ പോലുമില്ല. അപ്പൊ നമുക്ക് അത്രയും നമ്മളെ കംഫർട്ട് ആക്കിയിട്ടാണ് അവിടുത്തെ ഓരോ മിസ്സുമാരാണെങ്കിലും ശ്രുതി മിസ് ആണെങ്കിലും, സൂര്യ മിസ് ആണെങ്കിലും, ഷിഫാനത്ത് മിസ് ആണെങ്കിലും ഒക്കെ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫസ്റ്റ് ICDയിൽ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് ഓരോ ടോപ്പിക് എടുക്കും. അപ്പൊ തന്നെ നമ്മളെക്കൊണ്ട് അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക. ക്ലാസ്സിന്ന് തന്നെ ആൻസേഴ്സ് പറയിപ്പിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഡെയിലി എടുക്കുന്ന ടോപ്പിക്കുകള് അന്ന് തന്നെ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിന്റെ സമയത്തിന് മുന്നേ തന്നെ നമ്മള് ഗ്രൂപ്പിലൊക്കെ വോയിസ് ഇടുക. അപ്പൊ നമ്മള് പിന്നെ എന്തായാലും ആ ടോപ്പിക് കവർ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാന് 2 ദിവസമൊക്കെ ഓഫ്‌ലൈൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനായിട്ടത് ഓൺലൈനിലോട്ട് മാറ്റിയതായിരുന്നു ക്ലാസ്. ലൈവ് ക്ലാസ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. മറ്റേത് റെക്കോർഡ് ആയിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല. കോഡുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അപ്പൊ തന്നെ എടുക്കാനും ഒക്കെ അവര് നമുക്ക് കാണിച്ചു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് CPTയിലോട്ട് വന്നപ്പോ ഞങ്ങക്ക് സൂര്യ മിസ് ആയിരുന്നു CPT എടുത്തിട്ടുണ്ടായിരുന്നത്. ആളും ഇതേപോലെ പതുക്കെയാണ് പോയാർന്നത്. നമുക്ക് അത്രയും നമ്മളൊരു CPC എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് CPT ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഓരോ ചെറിയ ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് അത്രയും കംഫർട്ട് ആക്കി മനസ്സിലാകിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആള് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിതേപോലെ നമുക്ക് ഓരോ സീരീസ്ന്നും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് എന്നും ഹോംവർക്ക് ഉണ്ടാവും. ഒരു 5ഓ 6ഓ മിനിമം അത്രയെങ്കിലും നമുക്ക് ഹോംവർക്ക് ഉണ്ടാവും. ഹോംവർക്ക് ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. പിറ്റേ ദിവസം ഇതേപോലെ നമ്മള് ക്ലാസ്സിന് വോയിസ് ഇടണം. വോയിസ് ഇട്ടില്ലെങ്കിൽ അവര് ചോദിക്കും എന്താ ഇടാത്തെ? അപ്പൊ അന്നത്തെ ദിവസത്തെയും കൂടി കൂടിയിട്ട് പിറ്റേ ദിവസം വരണമെന്ന് പറയും. നമ്മളെന്തെങ്കിലും മടിച്ച് നിന്നാ പോലും അവര് നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ അത്രയും ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിപ്പിക്സും സൂര്യ മിസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴ്സിന്റെ അവസാനം നമുക്ക് 5 മോക്കുകൾ ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഇവരുടെ കോഴ്സ് കംപ്ലീഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോക്കിന്റെ എക്സാം ഒക്കെ ആയപ്പോ നമുക്ക് ഷിഫാനത്ത് മിസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മോക്കുകളൊക്കെ ചെയ്യാൻ മടിച്ചിരുന്നാലും അവര് നമ്മളെ അടുത്ത് പറയും മോക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. കാരണം അത്രയും നമ്മളൊരു CPC എക്സാമിന്റെ മുന്നേ നമ്മൾ അത്രയും മാക്സിമം നമ്പർ ഓഫ് നമ്മൾ മോക്കുകൾ എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്നാലേ നമുക്ക് അവിടെ ചെന്നാ നമുക്ക് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് 16 മോക്ക് ഉണ്ടായിരുന്നു ഇവരുടെ. അപ്പൊ 16 മോക്കും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് രണ്ടാമത്തെയും മോക്കൊക്കെയാണ് എനിക്ക് ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് ടൈമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഫലിത മിസ്സൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആയപ്പോ നമ്മൾക്ക് ഡൗട്ട് ചോദിക്കാനൊക്കെ മടിയാവും. ഇവരെന്താ വിചാരിക്കുക എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ഇരിക്കും. പക്ഷെ ആ സമയത്ത് അവരാണ് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക. എന്താ നിങ്ങള് ഡൗട്ട് ചോദിക്കാത്തതെന്ന് ചോദിച്ചിട്ട് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. ഡൗട്ട് ചോദിക്കാനും മോക്ക് എക്സാമിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ അവര് പറയും. അപ്പളും നമ്മളാണ് കുറച്ച് മടിച്ചിരിക്കുക. അത്ര പോലും അവർക്ക് അതില്ല. അവര് നമ്മളെ അത്രയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തസ്നീം മിസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ആള് നമുക്ക് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. മോക്കിന്റെ ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. പിന്നെ എക്സാമിന് ഡേറ്റ് എടുക്കേണ്ട കാര്യത്തിലൊക്കെ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസമാണ് CPC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 84% ഉണ്ട്.
അപ്പൊ ഇൻഡസിൽ വന്നതുകൊണ്ടാണ് അവിടെ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്. കാരണം മുന്നേ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് പോയപ്പോ ഒരു കാര്യമായിട്ടൊന്നും അറിയുക പോലുമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് കോഡ് എങ്ങനെ എടുക്കുക, ഗൈഡ് ലൈൻസ് ആണെങ്കിലും ഒക്കെ ഞാൻ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോ ഇൻഡസിലുള്ള എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും എന്റെ താങ്ക് യു പറയുന്നു.